പലരും ഈ ഇസ്രായേലും ഗാസയും ഇറാനുമായിട്ടുള്ള യുദ്ധം അത് ബന്ധപ്പെട്ട് പലരും വീഡിയോയിലും അതിൻ്റെ താഴെ കമൻറ്റുകളിൽ ചോദിക്കാറുണ്ട്, ഇന്ത്യ ഇസ്രായേലിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. കാരണം ഇത് ഒഫീഷ്യലി രണ്ട് രാജ്യങ്ങളും സമ്മതിച്ചിട്ടില്ല. പക്ഷേ അറിയാൻ സാധിച്ചത് ഈ കാർഗിൽ വാറിന് ശേഷം, അതായത് നിങ്ങൾക്കറിയാം എന്താണ് കാർഗിൽ ഉണ്ടായത്, പാകിസ്ഥാൻ്റെയും ടെറർ ഗ്രൂപ്പിൻ്റെ അഗ്രേഷനായിരുന്നു ഇന്ത്യൻ ടെറിട്ടറിയിലോട്ട്. അപ്പോൾ അതിനകത്ത് ഈ ഇന്ത്യയും ഇസ്രായേലും തമ്മിലൊരു ധാരണയുണ്ടായി. അതായത് ഇസ്രായേൽ ഇന്ത്യയിൽ വെപ്പൺ ഉണ്ടാക്കി ഇന്ത്യയുമായിട്ട് ജോയിൻ്റായിട്ട് അത് ഇസ്രായേലിനും കൂടെ ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഈ വെപ്പണുകൾ ഇന്ത്യയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഇസ്രായേൽ ഈ വെപ്പൺസ് സ്റ്റോർ ചെയ്യില്ല. അപ്പോൾ ഏതാവശ്യമുണ്ടെങ്കിലും ഈ വെപ്പണുകൾ ഇസ്രായേലിന് കൊടുക്കണം എന്നുള്ളതാണ് ഈ കരാറിൽ വന്നുകൊണ്ടിരുന്ന ധാരണ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കറിയാവുന്നതാണ്, കാർഗിലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മിറാഷ് 2000 ഫയർ ചെയ്യാനുള്ള പല ബോംബുകളും മിസൈലുകളും അതേപോലെ ആൻറ്റി ബങ്കർ മിസൈലുകളൊക്കെ ഇസ്രായേലാണ് ഇവിടെ വന്ന് ഇസ്രായേലി സയൻറ്റിസ്റ്റുകളും പട്ടാളക്കാരുമാണ് മിറാഷിൽ വന്ന് ഘടിപ്പിക്കുന്നത്. കാരണം ഈ കാർഗിൽ എന്ന് പറഞ്ഞാൽ വളരെ വലിയ പീക്കായിട്ടുള്ള മൗണ്ടനാണ്. അപ്പോൾ അതിൻ്റെ ഇത്ര അടി ഫൈറ്റർ എയർക്രാഫ്റ്റ് താഴുമ്പോൾ അവരുടെ എനിമീസിൻ്റെ ഫയറിംഗ് റേഞ്ചിന് അകത്ത് വരാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി പല പഠനങ്ങളും വന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി വീണ്ടും വാറിൻ്റെ പോസ്റ്റ്മോർട്ടത്തെ പറ്റിയൊക്കെ ചെയ്തതിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ധാരണയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഈ വെപ്പൺസ് നിർമ്മിക്കുന്നു, ഇന്ത്യയിൽ അത് സ്റ്റോർ ചെയ്യുന്നു. അതായത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ ഗാസയുമായിട്ടുള്ള തുടർന്നുള്ള ഇസ്രായേലിൻ്റെ ആ ഇഷ്യൂ ആയിട്ട്, കാരണം വാറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നും ഇഷ്ടം പോലെ ഷിപ്മെൻറ്റ് വെപ്പൺസ് ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഇന്ത്യയിലെ ഗ്ലോബ് മാസ്റ്റർ അതേപോലെ എയർഫോഴ്സിൻ്റെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിലും വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ത്യ വെപ്പൺ ഇപ്പം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറിയേക്കുകയാണ്. അതേപോലെ അസർബൈജാൻ അർമേനിയ യുദ്ധത്തിൽ അർമേനിയക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ടെക്നോളജി എല്ലാം ഇസ്രായേലിൻ്റെ ഉപയോഗിച്ച് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, പ്രൈവറ്റ് കമ്പനികൾ, ഇപ്പോൾ അഡാനി പോലും അതിൻ്റെ അകത്ത് ആംസ് ആമിനേഷൻ ഫാക്ടറിക്കകത്ത് പാർട്ണർഷിപ്പാണ്. അവരത് ചെയ്യുന്നുണ്ട്, അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യ ഇസ്രായേലും തമ്മിലുള്ള കരാറാണ്. ഇസ്രായേലിന് ഏത് സമയത്തും ആവശ്യമുള്ളപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് വെപ്പൺസ് അവിടെ എത്തിച്ചു കൊടുക്കാം. ആ വെപ്പൺസ് അവർ ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെൻറ് ഇസ്രായേലുമായിട്ട് മാനുഫാക്ചർ ചെയ്ത് അതിൻ്റെ സ്റ്റോറേജ് ഇന്ത്യയിലായിരിക്കും. കാരണം ആവശ്യമുള്ള സമയത്ത് ഇത് ഷിപ്മെൻ്റ് ആണെങ്കിലും എയറിൽ കൂടി ഇത് എത്തിച്ചു കൊടുക്കാമെന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള ധാരണ എന്നാണ് ഒരു സീനിയറായിട്ടുള്ള ഇന്ത്യൻ പട്ടാള ഓഫീസർ പറഞ്ഞത്. അതേപോലെ ഇന്ത്യക്ക് ഏത് രീതിയിലുള്ള ആവശ്യമുള്ള വെപ്പൺസ് വേണമെങ്കിലും അത് ഇസ്രായേലിൻ്റെ കൈവശമുള്ള വെപ്പൺസ് കൊടുക്കുവാനും ഈ കരാറിൽ ധാരണയുണ്ട്. അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഇന്ത്യ വെപ്പൺസും കൊണ്ട് ടെലവീവിൽ പോയ സമയത്ത് ഇന്ത്യൻ ഷിപ്മെൻറ്റ് തടസ്സപ്പെട്ടു. ആ സമയത്ത് പെട്ടെന്ന് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇസ്രായേൽ ഇന്ത്യ ഇടപെട്ട് ഈ ഷിപ്പുകൾ റിലീസ് ചെയ്യുകയും ചെയ്തു. അത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലൊരു ഡിഫൻസ് സ്ട്രാറ്റജിക് കരാറിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ വെപ്പൺസ് ഉണ്ടാക്കി. ടെക്നോളജി ഇസ്രായേലിൻ്റെയാണ്, അവർക്കത് കൊടുക്കുകയും അതേപോലെ അവർക്ക് വേണ്ടിയുള്ള വെപ്പൺ ഇന്ത്യയിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസും ഉണ്ട്. അതിന് പ്രത്യേക ചാർജും ഇന്ത്യ ഈടാക്കുന്നുണ്ട്. ഇതാണ് ഈ വെപ്പൺസുമായിട്ടും ഇന്ത്യയും ഇസ്രായേലും വെപ്പൺസുമായി ബന്ധപ്പെട്ട് അറിയുവാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം.